റിമ കല്ലിങ്ങിൽ പറഞ്ഞു, ഇപ്പോൾ ലോക പോലത്തെ ഉള്ള സിനിമകൾക്ക് ഉള്ള ബേസ് നിർമ്മിച്ചത് തങ്ങളാണ് എന്ന്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള റിമ കല്ലിങ്ങലിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്ത് നിന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള തമ്പനയിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ കേരളത്തിലത്തെ മാധ്യമ ലോകത്തുള്ള രണ്ട് പ്രമുഖരായിട്ടുള്ള ചാനലുകളാണ് ഈ ഒരു ഇഷ്യൂവിനെ വേറൊരു ഡയറക്ഷനിൽ ഇത്രയേറെ ഹൈപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും ഇതിനകത്ത് ട്രാപ്പിലായി പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഒരു സയന്റിഫിക് ടേം നമുക്ക് ഇതിന് പറയാൻ പറ്റും. അതിന്റെ പേരാണ് കൺഫർമേഷൻ ബയാസ്. റിമ കല്ലിങ്കൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം അതിനെ ധൈര്യത്തോടുകൂടി ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചാൽ അത് സക്സസ് ആവും എന്നുള്ള ബോധം ഒക്കെ ആ പ്രൊഡ്യൂസർക്ക്, അതായത് ദുൽഖർ സൽമാനെ പോലെയുള്ള ഒരാൾക്ക് കൊടുക്കാനും കഴിവുള്ള ഒരു ഓഡിയൻസിനെ നമ്മൾ ഒന്നിച്ചാണ് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ക്രെഡിറ്റും ആരും എടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് അതിന് മുന്നേ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പോൾ പൊരിച്ച മീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും ഏകദേശം. അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൊരിച്ച മീനിന്റെ കഷ്ണം ഒരു പെണ്ണുങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതിനെ പറ്റിയിട്ടല്ല പ്രശ്നം. ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വം അല്ലെങ്കിൽ അവനവൻ്റെ അവകാശം, ഇതൊക്കെ തുല്യമായി വീതിക്കപ്പെടേണ്ടുന്ന ഏറ്റവും ചെറിയ ഇടമാണ് അവനവൻ്റെ കുടുംബം. അവിടെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അവിടെ പോലും സ്ത്രീകൾ തുല്യരല്ലാത്ത രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് അവര് ആ ഒരു പൊരിച്ച മീനിനെ പറ്റി അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ ചിന്തിക്കുകയല്ല ചെയ്യുന്നത്, ആൾക്കാർ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ് ആൾക്കാർ. ഞങ്ങളുടെ ചാനലിലെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.